Okay, Haya. Am I audible? Parandu Kekaunu Barane. Parandu Kekaunu Barane. Alarutio. Kilkam, okay. Now we start here. System of particles and rotational motion എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് 20 ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നീറ്റ് എക്സാമിന് അല്ലെങ്കിൽ മുമ്പത്തെ എൻട്രൻസ് എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും എത്തിയിട്ടില്ലല്ലോ? എല്ലാവരും എത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളൂ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം എ ഡിസ്ക് ഓഫ് റേഡിയസ് r and mass m, a circular hole of diameter r whose rim passes through the center is cut. What is the moment of inertia of the remaining part of the disk about a perpendicular axis passing through the center? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് പെട്ടെന്നൊന്ന് ആൻസർ ഒന്ന് പോസ്റ്റ് ചെയ്തേ. പെട്ടെന്ന് ആൻസർ എന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരിക്കുന്നത്. 6 റേഡിയസും m മാസും ഉള്ള ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിനകത്ത് ഒരു ചെറിയ ഹോൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സർക്കുലാർ ഡിസ്ക് ഉണ്ട്. ഒരു സർക്കുലാർ ഡിസ്ക്, ഇതുപോലെ ഒരു സർക്കുലാർ ഡിസ്ക് ഉണ്ട്. ഈ ഒരു ഡിസ്കിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തന്നിരിക്കുന്ന ഇതിന്റെ റേഡിയസ്, ഇതിന്റെ സെന്റർ ആണ്. ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 6 ആണ്. ഈ റേഡിയസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 6 ആണ്. അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയാണ്, 6 ആണ്. ടോട്ടൽ ഡിസ്കിന്റെ റേഡിയസ് എത്ര തന്നെയാണ്, 6 തന്നെയാണ്. ടോട്ടൽ ഡിസ്കിന്റെ മാസ് തന്നിട്ടുണ്ട് m. ഞാൻ ഈ യെല്ലോയിഷ് കളറിൽ കാണിച്ചിരിക്കുന്ന പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഇപ്പോൾ റിമൈൻ ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അദിത് അതുപോലെ അതുല്യ രണ്ടുപേരും ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന്. ശരിയാണോ നമുക്ക് നോക്കാം. ട്രാവൽ സ്പിരിച്വൽ അടുത്ത ആൻസർ പറഞ്ഞിട്ടുണ്ട് എ എന്നാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം അല്ലെ, ഈസിയാണ്. അതായത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ആണ്. അതായത് ഐ റിമൈൻ ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്, അതായത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന സാധനം റിമൈൻ ചെയ്യുന്ന പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൈനസ് എന്തായിരിക്കും, മൊമെന്റ് ഓഫ് ഇനർഷ്യ റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് റിമൈൻ ചെയ്യുന്ന പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്താൽ മതി, കളഞ്ഞാൽ മതി. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് എല്ലാം പറയുന്നത് അബൌട്ട് ദിസ് ആക്സിസ്, ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ പറയുന്നത് എല്ലാ കേസിലും. അതാണ് ഓർക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് റിമൈൻ ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ റെഡിഷ് പോർഷൻ, ഈ ഒരു സെന്റർ പോർഷനിലാണ്. അതുപോലെ തന്നെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ സംസാരിക്കുന്നത് ആ പോർഷൻ വെച്ചിട്ടാണ്. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് ഏത് വെച്ചിട്ടാണ്, ആ സെയിം പോർഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സെയിം ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ചിട്ടാണ്. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാൻ ഒരു പാടുമില്ല. ഐ ഈസ് ഈക്വൽ നമുക്ക് തന്നിരിക്കുന്നത് ആരെയാണ്, ഡിസ്കിനെയാണ്. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്, mr²/2 ആണ്. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്, mr²/2 ആണ്. ഓക്കെ അല്ലെ. നമുക്കിനി എന്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയണം, റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയണം. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമോ, റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കിത് അടുത്ത പേജിലേക്ക് ഒന്ന് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം നോക്കിക്കോളാം. ഇത് ഞാൻ ആ ഫിഗർ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിമൂവ്ഡ് പോർഷന്റെ മാസ് നമുക്കറിയില്ല. അതായത് മാസ് ഓഫ് റിമൂവ്ഡ് പോർഷൻ നമുക്കറിയില്ല. റിമൂവ്ഡ് പോർഷൻ അത് നമുക്ക് കണ്ടുപിടിക്കണം. റിമൂവ്ഡ് പോർഷൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. റേഡിയസ് നമുക്കറിയാം r/2 ആണ്. റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് അറിയാം, റേഡിയസ് ഓഫ് റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് നമുക്കറിയാം എത്രയാണ്, r/2 ആണ്. കാരണം റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് എത്രയാണ്,
സോറി ഡയമീറ്റർ എത്രയാണ് 6 ആണ്. സോ റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് എത്ര ആയിരിക്കും? അതിന്റെ നേരെ പകുതി r/2. സെറ്റ് അല്ലേ? ഇനി മാസാ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാസ് നമുക്കറിയാം ക്യാപിറ്റൽ എം. അങ്ങനെയാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്തായിരിക്കും? മാസ് പെർ യൂണിറ്റ് ഏരിയ എത്ര ആയിരിക്കും? m ഡിവൈഡഡ് ബൈ 4 pi capital R square. ടോട്ടൽ റേഡിയസ് 6 അല്ലേ? സോ ടോട്ടൽ ഏരിയ എത്ര ആയിരിക്കും? 4 pi R square അല്ലേ? സോറി 4 pi R square അല്ല, pi R square. Really sorry, pi R square. ഡിസ്ക് അല്ലേ? pi R square. ടോട്ടൽ ഏരിയ എത്രയാണ്? pi R square. അപ്പൊ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ഏരിയ, ദാറ്റ് ഈസ് m by pi R square. അതാണ് എന്ത്? ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിമൂവ്ഡ് പോർഷന്റെ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? m ഡിവൈഡഡ് ബൈ pi R square ചെയ്താൽ മതി. ഏരിയ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? m by pi R square ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു m by pi R square ചെയ്താൽ മതി. ഞാൻ ഇത് താഴോട്ട് എഴുതാം. മാസ് ഓഫ് ദ റിമൂവ്ഡ് പോർഷൻ സ്മാൾ എന്ന് എടുക്കുന്നു. മാസ് ഓഫ് ദ റിമൂവ്ഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ചെറുതിന്റെ ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു r/2 ന്റെ സ്ക്വയർ ഇൻറ്റു m by pi R square. ഓക്കെ അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു pi R square by 4 ഇൻറ്റു m by pi R square. pi R square ക്യാൻസൽ ആയി. എത്ര കിട്ടി? m by 4 എന്ന് കിട്ടി. അതായത് റിമൂവ്ഡ് പോർഷന്റെ മാസ് m by 4 ആണ്, റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് r/2 ആണ്. ഇനി അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഈസിയാണ്. നമുക്ക് ആദ്യം ഇതിന്റെ സെന്ററിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം, ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം. ഇതിന് അബൌട്ട് ആയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to mr square by 2. നേരത്തെ ഇത് അതേ പരിപാടി. ഏതാണ്? mr square by 2. m എത്രയാണ്? m by 4. r square by 2 എന്ന് പറയുമ്പോഴത്തേന് r/2 ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, ഞാൻ അടുത്ത പേജിൽ കാണിക്കാം, നോക്കിക്കോളാം. ഇതവിടെ നിന്നോട്ടെ. നമുക്കിപ്പോ കിട്ടിയേക്കുന്ന കാര്യം മനസ്സിലാക്കുക. റിമൂവ്ഡ് പോർഷന്റെ റേഡിയസ് എത്രയാണ്? r/2 ആണ്. റിമൂവ്ഡ് പോർഷന്റെ മാസ് എത്രയാണ്? m by 4 ആണ്. അങ്ങനെയാണെങ്കിൽ റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒറ്റ മിനിറ്റ്, ഞാൻ പാടം ഒന്ന് കോപ്പി ചെയ്തോട്ടെ. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷൻ നോക്കുക. നമുക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, റിമൂവ്ഡ് പോർഷന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. റെഡിങ് മാറ്റി. അപ്പം ഈ റിമൂവ്ഡ് പോർഷന്റെ സെന്ററിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്? ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യമേ. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു അതിന്റെ റേഡിയസിന്റെ സ്ക്വയർ ബൈ 2. മാസ് എത്രയാണ്? m by 4 ഇൻറ്റു റേഡിയസ് എത്രയാണ്? r/2 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ r/2 the whole square divided by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? m by 4 ഇൻറ്റു r square by 4 ഇൻറ്റു 2 അല്ലെ? ക്ലിയർ അല്ലേ? സോ ആൻസർ എത്ര വരും? mr square divided by 32. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. ഇതിന് അബൌട്ട് ആയിട്ട് ഈ റെഡിഷ് പോർഷൻ, ഈ പോർഷൻ ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണ്ടത്. അപ്പൊ നമ്മൾ ഏത് തിയറം ഉപയോഗിക്കും? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് I is equal to എന്ത് വരും? ഈ സെന്ററിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr square by 32 പ്ലസ് ഇവരുടെ മാസ്, ഇതിന്റെ മാസ് എത്രയാണ്? m by 4. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? r by 2. ഡിസ്റ്റൻസ് എത്രയാണ്? r/2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. റിമൂവ്ഡ് പോർഷൻ ഇതാണ്. റിമൂവ്ഡ് പോർഷൻ ദാറ്റ് ഈസ് mr square by 32 പ്ലസ് ഇവിടെ ഒരു r square, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, ma square അല്ലേ? സോ mr square divided by 2 സ്ക്വയർ 4, 4 എത്ര വരും? 16 വരും. mr square by 32 plus mr square by 16. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32 LCM ആയിട്ട് എടുക്കാം. 32 LCM mr square plus 2mr square. സോ ടോട്ടൽ എത്ര വരും? 3mr square divided by 32. 3mr square divided by 32. ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റിമൂവ്ഡ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുന്നതുകൊണ്ട് നമ്മുടെ നീറ്റിന്റെ ക്ലാസ് ആണ്. സോ സ്വാഭാവികമായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നവരാണ്. സോ കുറച്ച് സ്പീഡിൽ പറഞ്ഞേ ഉള്ളൂ. 3mr square by 32 അതാണ് റിമൂവ്ഡ് പോർഷന്റെ എന്തെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? റിമൂവ്ഡ് പോർഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫൈനൽ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. റിമൈൻ ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? ടോട്ടൽ മൈനസ് റിമൂവ്ഡ് പോർഷൻ. ടോട്ടൽ എത്ര ആയിരുന്നു? mr square by 2 മൈനസ് റിമൂവ്ഡ് എത്രയാണ്? 3mr square divided by 32. സോൾവ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു.
സോൾവ് ചെയ്താൽ എന്ത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. LCM എത്ര എടുക്കാം, 32 LCM എടുക്കാം, 32 LCM എടുക്കാം. 2നെ 32 ആക്കണമെങ്കിൽ 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ മുകളിലും 16, 13 mr² മൈനസ് 3 mr², ദാറ്റ് ഈസ് ഈക്വൽ ടു 13 mr² ഡിവൈഡഡ് ബൈ 32. സോ നമ്മുടെ ആൻസർ 13 mr² ഡിവൈഡഡ് ബൈ 32 ആണ്. 13 mr² ഡിവൈഡഡ് ബൈ 32. ഏതായിരുന്നു ഓപ്ഷൻ ഓപ്ഷൻ എ. ഓക്കെ, രണ്ടുമൂന്ന് പേര് ഓപ്ഷൻ എ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? സെറ്റാണോടെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന് കമന്റ് ചെയ്യണേ. സ്റ്റക്ക് ആവുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. സ്റ്റക്ക് ആവുന്നതായിട്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, അതാ ചോദിച്ചേ. സ്റ്റക്ക് ആവുന്നുണ്ടല്ലേ, എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നെറ്റ്വർക്ക് ഇഷ്യൂ അല്ല. ഇവിടെ റെസൊല്യൂഷൻ വേണമെങ്കിൽ കുറച്ച് കൊടുക്കും. ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ.
ഇത് ഓക്കെ എവിടെ ഇപ്പൊ ശരിയാവിടെ? വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താണെന്നറിയില്ലേ, സം ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണ്, ഓക്കെ, ഫൈൻ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ഓക്കെ ആയി. നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസ്ക് ആൻഡ് എ സ്പിയർ ഓഫ് സെയിം റേഡിയസ് ബട്ട് ഡിഫറെന്റ് മാസസ് റോൾ ഓഫ് ഓൺ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് സെയിം ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ലെങ്ത്. Which one of the two objects gets to bottom of the plane first? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് എഴുതുക. ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഡിസ്കിനെയും ഒരു സ്പിയറിനെയും എന്ത് ചെയ്യിക്കാണ്? റോൾ ചെയ്യിക്കാണ്. രണ്ടും റോൾ ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെയും സെയിം ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് തീറ്റ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും എന്താണ്? സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും താഴെ എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പിയർ ആണോ, രണ്ടുപേരും ഒരുമിച്ചാണോ, അതോ ഡിപ്പെൻഡ് ഓൺ ദെയർ മാസസ് ആണോ, അതോ ഡിസ്ക് ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. എ ഡിസ്ക് and a sphere of same radius but different masses. Same radius ആണ്, but എന്താണ്? different masses ആണ്. roll off on two inclined planes of same altitude and length. എങ്ങനെ ഡിസ്കസ് ചെയ്യും? എങ്ങനെ പറയും? പെട്ടെന്ന് പറഞ്ഞേ. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ. ഡിസ്കും ഉണ്ട്, സ്പിയറും ഉണ്ട്. എ ഡിസ്ക് ആൻഡ് എ സോളിഡ് സ്പിയർ ആണ് കേട്ടോ. സോളിഡ് സ്പിയർ. എ ഡിസ്ക് ആൻഡ് എ സോളിഡ് സ്പിയർ. ആൻസർ പറയാമോ? പോട്ടെ ആൻസർ പോട്ടെ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. സ്പിയർ. ഓക്കെ, സ്പിയർ. ട്രാവൽ സ്പിരിച്വൽ സ്പിയർ എന്ന ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ജിഷ്ണു ബി. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് നമുക്ക് നോക്കാം. എനിക്ക് ഉറപ്പില്ല. ഓപ്ഷൻ എ ആണ് നമുക്ക് നോക്കാം. ചെക്ക് ചെയ്യാം. ഓക്കെ, സ്പിയർ, ഡിസ്ക്. ഡിസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് നമുക്കറിയാം ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ കൂടുതലുള്ള ആൾ ആരാണോ അയാളായിരിക്കും എന്ത് ചെയ്യുക? ആദ്യം താഴെ എത്തുക. കാരണം രണ്ടുപേരെയും റെസ്റ്റിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. സോ രണ്ടുപേരും താഴേക്ക് വരുന്നത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ആർക്കാണോ കൂടുതലായിട്ടുള്ളത് അയാൾ എന്ത് ചെയ്യും? ആദ്യം താഴെ എത്തും. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? G sin theta divided by A is equal to G sin theta divided by 1 plus I by mr square. G sin theta divided by 1 plus I by mr square. എന്താണ് ഇക്വേഷൻ? ആക്സിലറേഷൻ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? G sin theta divided by 1 plus I by mr square. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് G രണ്ടുപേർക്കും സെയിം ആണ്, സൈൻ തീറ്റ രണ്ടുപേർക്കും സെയിം ആണ്. സോ ആക്സിലറേഷൻ ആർക്കാണ് കൂടുതലെന്ന് അറിയാൻ ഈ I by mr square ചെക്ക് ചെയ്താൽ മതി. I by mr square വാല്യൂ ആർക്കാണ് കൂടുതൽ നോക്കിയാൽ മതി. സോ നമുക്ക് ആദ്യം സ്പിയറിന്റെ കേസിലേക്ക് വരാം. സ്പിയറിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം എത്രയാണ്? സ്പിയറിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr square അല്ലേ? അപ്പൊ 2/5 mr square divided by mr square. അതല്ലേ നമ്മുടെ I by mr square എന്ന് പറയുന്ന വാല്യൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രാന്ന് കിട്ടും? നമുക്ക് 2/5 എന്ന് കിട്ടും. mr square ക്യാൻസൽ ആയി. എത്രാന്ന് കിട്ടി? 2/5 എന്ന് കിട്ടി. ടൈം സെയിം ആവില്ല. ആക്സിലറേഷൻ കൂടുതലുള്ളത് ആദ്യം താഴെ എത്തും. അടുത്ത ഡിസ്കിന്റെ കേസിലേക്ക് വരാം. നമുക്ക് രണ്ട് കാര്യങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡിസ്കിന്റെ കേസിൽ I by mr square എത്ര കിട്ടൂടെ? I by mr square ഡിസ്കിൻ്റെത് mr square by 2 divided by എന്ത് വരും? mr square that is equal to എത്രാന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഡിസ്കിന്റെ കേസിൽ 1/2 ആണ് I by mr square. സ്പിയറിന്റെ കേസിൽ 2/5 ആണ്. സ്പിയറിന്റെ കേസിൽ ഏതാണ്? 2/5 ആണ്. 1/2ന്റെ വാല്യൂ എത്രയാണ്? 1/2ന്റെ വാല്യൂ. സോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂസ് കൊടുക്കാം. സോ A is equal to G sin theta divided by 1 plus I by mr square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം സ്പിയറിന്റെ കേസ് എടുക്കുന്നു. I of sphere
എത്രയാണ് g sin theta divided by 1 plus 2 by 5 that is equal to g sin theta divided by 7 by 5 7 by 5 reciprocal എടുക്കുമ്പോൾ 5 by 7 g sin theta 5 by 7 g sin theta 5 by 7 g sin theta അടുത്തത് ഡിസ്കിന്റെ കേസിലേക്ക് വരാം ആക്സിലറേഷൻ ഓഫ് ഡിസ്ക് ഈസ് ഈക്വൽ ടു g sin theta divided by 1 plus 1 by 2 that is equal to g sin theta divided by എത്ര വരും 3 by 2 വരും തിരിച്ചിടുമ്പോൾ എത്ര കിട്ടും 2 by 3 g sin theta അടുത്ത ക്വസ്റ്റ്യൻ 2 by 3 g sin theta ആണോ 5 by 7 g sin theta ആണോ വലുത് ഏതാണ് വലുത് രണ്ടും ഡിഫറെന്റ് മാസ് ആണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടുപേരുടെയും ഡിഫറെന്റ് മാസ് ഈ മാസ് ആരുടെയാ സ്പിയറിന്റെ മാസ് ഇതും സ്പിയറിന്റെ മാസ് ഇത് ഡിസ്കിന്റെ മാസ് ഇതും ആരുടെ മാസ് ഡിസ്കിന്റെ മാസ് സോ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം സെയിം മാസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഓക്കെ സോ എന്തായിരിക്കും ആൻസർ 5 by 7 ആണോ 2 by 3 ആണോ വലുത് വേഗം പറഞ്ഞേ 5 by 7 ആണോ 2 by 3 ആണോ വലുത് 5 by 7 ആണോ 2 by 3 ആണോ വലുത് 5 by 7 ആണോ 2 by 3 ആണോ വലുത് ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വേണമെങ്കിൽ 5 by 7 എത്ര വരും 5 by 7 ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന പ്രോബ്ലം ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി എക്സാമിന് നമുക്ക് അറിയാം ആരാണ് ആദ്യം വരുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലം അല്ലേ സോ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ടൈം കൂടുതലായിട്ട് എടുക്കുന്നത് സോ ആൻസർ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് 0.71 g sin theta വരും ഇത് എത്ര വരും that is equal to 0.66 അല്ലേ 0.66 g sin theta സോ ആക്സിലറേഷൻ കൂടുതൽ സ്പിയറിനാണ് സോ സ്പിയർ ആയിരിക്കും എന്ത് ചെയ്യുക ആദ്യം താഴെ എത്തുക സോ ഓപ്ഷൻ എ പറഞ്ഞതാണ് ശരി ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ സ്പിയർ ആയിരിക്കും എന്ത് ചെയ്യുക താഴെ എത്തുക ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 identical spherical shells each of mass m and radius r are placed as shown in figure. Consider an axis x dash which is touching the two shells. Okay, 5 by 7 ആണ് വലുത്. Okay, fine. ഇത് മെസ്സേജ് എനിക്ക് ഇച്ചിരി ഡിലേ ആവുന്നുണ്ട് കേട്ടോ. So consider an axis x dash which is touching to two shells and passing through the diameter of the third shell. Moment of inertia of the system consisting of moment of inertia കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സ്പെറിക്കൽ ഷെൽ ആണ് സോ ഒരു ഷെല്ലിന്റെ സെന്റർ ഡയമീറ്ററിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓർത്തു വെച്ചിരിക്കുക എത്രയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി ഡയമീറ്റർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ആക്സിസ് എത്രയാണ് 2/3 mr² ആണ് സ്പെറിക്കൽ ഷെല്ലിന്റേത് 2/3 mr². ഇത് ഓർത്തു വെച്ചിരിക്കുക 2/3 mr². സോളിഡ് സ്പിയർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2/5 mr² സ്പെറിക്കൽ ഷെൽ ആണെങ്കിൽ 2/3 mr². അതായത് ഹോളോ സ്പിയർ. ഓക്കെ, ഹോളോ സ്പിയർ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്. എല്ലാം ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആണ്. ഞാൻ വരയ്ക്കും ഇങ്ങനെ ആയി പോകുന്നേ ഉള്ളൂ. മനസ്സിലാക്കുക. ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്, ഇവിടെ ഒരു സ്പിയർ ഉണ്ട്. മൊത്തം 3 സ്പിയേഴ്സ് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ് ഇതാണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 എന്ന് എടുക്കാം, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 എന്ന് എടുക്കാം, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I3 എന്ന് എടുക്കാം. I1ന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും എത്രയാണ് 2/3 mr². 2/3 mr², കാരണം അതിന്റെ ഡയമീറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. 2/3 mr² ഇതിലേക്കൂടെ പോകുന്നത് അതിന്റെ ഡയമീറ്ററിലൂടെയാണ് പോകുന്നത്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ്. ദാറ്റ് ഈസ് I2 ഈസ് ഈക്വൽ ടു എന്താണ് I3 ഐഡന്റിക്കൽ ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഇതാണ് നമ്മുടെ സ്പിയർ. ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം 2/3 mr². അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാം എത്രയാണ് 2/3 mr² പ്ലസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെ r/2 ദ ഹോൾ സ്ക്വയർ. സോ ചെയ്യുമ്പോൾ എത്ര കിട്ടും 2 mr² ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടെ mr²/4 ചേർത്ത് കഴിഞ്ഞാൽ 3 4 റെസിപ്രോക്കൽ എടുക്കാം, സോറി LCM എടുക്കാൻ പറ്റൂല. സോ 12 മുകളിൽ 2 × 4 8 8mr² പ്ലസ് 3 mr². 8 mr² പ്ലസ് 3 mr² അല്ലെ. പാരലാക്സ് സിസ്റ്റം. സോ ആൻസർ എത്ര കിട്ടി 8 × 10 11 അല്ലെ. 11 mr² ഡിവൈഡഡ് ബൈ 12. ഇത് ആരുടെയാണ് ഒരെണ്ണത്തിന്റെ. ഓക്കെ, അതായത് ഏത് വാല്യൂ I2 അല്ലെങ്കിൽ I3 അതിന്റെ ഏതിന്റെയും ഒന്നിന്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ ആൻസർ ആയി. എന്താണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to I1 plus 2I2 അല്ലെങ്കിൽ I1 plus I2 plus I3. I1 എത്ര ആയിരുന്നു 2/3 mr² പ്ലസ് 2 ×
11 mr square divided by 11 mr square divided by എത്രയായിരുന്നു അറിയോ? കണ്ടില്ല, 11 mr square by 12. 11 mr square divided by 12. That is equal to ഇവനെ ഇവനോട് കട്ട് ചെയ്യാൻ എത്ര വരും? 6 വരും. So 2 mr square divided by 3 plus 11 mr square divided by 6. LCM 6 എടുക്കാം. So മുകളിൽ 2 mr square എന്നുള്ളത് 4 mr square ആകും. പ്ലസ് ഇതെന്താവും? 11 mr square ആവും. So നമ്മുടെ ആൻസർ 15 mr square divided by 6. 15 mr square divided by 6 ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 16 mr square divided by 5. 5 ആണോ? തെറ്റി ഇവിടെ എവിടെയും എവിടെ തെറ്റിയെന്ന് പറയാമോ? എവിടെ തെറ്റിയെന്ന് പറയാമോ? ഓ സോറി ഇവിടെ r/2 the whole square വരത്തില്ലല്ലോ, r square അല്ലേ വരത്തുള്ളൂ. സോ ഇവിടെ തെറ്റി. ഐ എം റിയലി സോറി. ഇവിടെ ഡിസ്റ്റൻസ് 6 അല്ലേ വരത്തുള്ളൂ, mr square. സോ ഇത് എത്ര വരും? mr square വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2mr square 5mr square. 5mr square by 3 വരത്തുള്ളൂ. 5mr square by 3 വരത്തുള്ളൂ. ഓക്കെ, 5mr square by 3. 5mr square by 3 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ അത് ആൻസറിന് അത് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ എത്ര വരൂ? 5mr square by 3 ആണ് വരിക. ഐ എം റിയലി സോറി. ഡിസ്റ്റൻസ് ആൻസർ ഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയാം മക്കളെ. ഇടയ്ക്ക് കട്ടായതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. ദാറ്റ് ഈസ് 2 into എത്ര കിട്ടണ്ടേ? 5mr square by 3. 5mr square by 3. 5mr square by 3. So 10mr square divided by 3. 10mr square divided by 3. Solve ചെയ്യുമ്പോൾ 12mr square divided by 3 അല്ലെ? 12mr square divided by 3. So answer 4mr square. 4mr square. That will be the right answer. 4mr square. Option. Oh, sorry. ഇതല്ല. ഇതല്ല ഓപ്ഷൻ. Option D is the right answer. Yes. D ആണ് ആൻസർ. D. 4mr square will be the right answer. I'm really sorry. 4mr square will be the right answer. Okay. ഞാൻ ആ ഡിസ്റ്റൻസ് r/2 നിർത്തോളാം. ഈ ഡിസ്റ്റൻസ് ആക്ച്വലി എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. ഞാൻ അതിനെ r/2 നിർത്തൂ. That's the problem. Okay. So 4mr square will be the right answer. So അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. An automobile moves on a road with a speed of 54 km/h. The radius of its wheel is 0.45 meter and the moment of inertia of the wheel about its axis of rotation is 3 kg/m². If the vehicle is brought to rest in 15 seconds, the magnitude of average torque transmitted by its brake to the wheel is. Torque calculate ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. An automobile moves on a road with a speed of 54 km/h. So V നമുക്ക് തന്നിട്ടുണ്ട് 54 km/h. 54 km/h. സ്പീഡ് എത്രയാണ്? 54 km/h. നമുക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 54 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയേ. 54 into 5/18. 5/18. That is equal to എത്ര കിട്ടും? 5/18. That is 15 meter per second അല്ലെ? 15 meter per second. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 18 ആണെങ്കിൽ 5 നേരെ ഡബിൾ എടുക്കുക. 36 ആണെങ്കിൽ 10, 57 ആണെങ്കിൽ 15, 72 ആണെങ്കിൽ 20. ഈ 4 വാല്യൂസ് ആണ് സാധാരണ ചോദിക്കുന്നത്. സോ ഇത് ചെയ്തു നോക്കാൻ നിൽക്കില്ല. 54 കാണുമ്പോഴേ മനസ്സിൽ ഓർമ്മ വരിക എന്താണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ഐഡിയ ഓർമ്മയിൽ വെച്ചിരിക്കുക. എന്താണ്? 18 km/h എന്ന് കണ്ടാൽ നിങ്ങൾ അപ്പോഴേ കണ്ണുപടിച്ചുകൊണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിനെ നേരെ ഡബിൾ 36 km/h ആണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കുക അത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ 54 km/h എന്ന് കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കുക അത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ 72 എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കുക അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിലും km/h തരിക ഈ വാല്യൂസ് ആയിരിക്കും. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിലും നമുക്ക് km/h തരിക ഏത് വാല്യൂസ് ആയിരിക്കും? ഈ വാല്യൂസ് ആയിരിക്കും. 18, 36, 54, 72 ഈ വാല്യൂസ് ആയിരിക്കും തരിക. സോ അത് ഓർമ്മയിലേക്ക് വെച്ചിരുന്നാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പോലെ 5/18 മൾട്ടിപ്ലൈ. സോ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്. R is equal to എത്രയാണ്? 0.45. നമുക്ക് അതിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. V is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? R ഒമേഗ ആണ്. ഒമേഗ is equal നമുക്ക് എത്രയാണെന്ന് എഴുതാം? V/R എന്ന് എഴുതാം. V എത്രയാണ്? 15 divided by 0.45. 15 divided by 0.45. സോ നമുക്ക് ഇതിനെ നമുക്ക്
150 അല്ല 1500 ഡിവൈഡഡ് ബൈ 45 എന്ന് എഴുതാം. 1500 ഡിവൈഡഡ് ബൈ 45 എന്ന് എഴുതാം അല്ലെ. മുകളിലും താഴെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1500 ഡിവൈഡഡ് ബൈ 45, 1500 ഡിവൈഡഡ് ബൈ 45 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1540 കിട്ടാം. സോ 100/3 എന്ന് കിട്ടും. 100/3 റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? ഒമേഗ ഇനിഷ്യൽ സ്പീഡ്, അല്ലെങ്കിൽ ഒമേഗ 0 എന്ന് എടുക്കാം. ഒമേഗ 0 ഇനിഷ്യൽ ആംഗുലാർ സ്പീഡ്. അതായത് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന ഇനിഷ്യൽ സ്പീഡ് എത്രയാണ്? ഇതാണ്. വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് ആകുന്ന സമയത്ത് ഒമേഗ എത്ര ആയിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലെ. സോ ടൈം തന്നിട്ടുണ്ട്, അതിനെടുക്കുന്ന ടൈം എത്രയാണ്? ടൈം ഈസ് ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ടൈം ഈസ് ഈക്വൽ ടു if the vehicle goes to rest in 15 seconds. 15 seconds സമയം തന്നിട്ടുണ്ട്. സോ t is equal to 15 seconds. 15. ഇത്ര അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ മൈനസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ ടി. ഒമേഗ എത്രയാണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? സോറി, ഫൈനൽ വെലോസിറ്റി 0. ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 100 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ ടി എത്രയാണ്? 15. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 15. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 100 ഡിവൈഡഡ് ബൈ 45. ആക്സിലറേഷൻ കിട്ടി. ഏത് ആക്സിലറേഷൻ? ആംഗുലാർ ആക്സിലറേഷൻ കിട്ടി. ആംഗുലാർ ആക്സിലറേഷൻ കിട്ടിയ ടോർക്ക് കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ഐയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ എത്ര? ഐയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടില്ലേ? ഐയുടെ വാല്യൂ 3 kg/m² ആണ്. ഐയുടെ വാല്യൂ 3 kg/m². സോ 3 ഇൻറ്റു മൈനസ് 100 ഡിവൈഡഡ് ബൈ 45 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 100 ഡിവൈഡഡ് ബൈ 15. മൈനസ് 100 ഡിവൈഡ് ബൈ 15. സോ നമ്മുടെ ആൻസർ മൈനസ് 100 ഡിവൈഡ് ബൈ 15 ആണ്. അപ്പൊ നമ്മൾ ചെയ്തു നോക്കണം. ഓൾമോസ്റ്റ് എത്ര വാല്യൂ കിട്ടും എന്ന് പറഞ്ഞേ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ചെയ്തു നോക്കാം. മൈനസ് 100/15 എത്ര കിട്ടൂടെ? മൈനസ് 100/15. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. മൈനസ് 100/15. 15-നകത്ത് 2 പ്രാവശ്യമായപ്പോ 30 ആയി, 4 പ്രാവശ്യമായപ്പോ 60 ആയി, 8 പ്രാവശ്യം ആകുമ്പോഴത്തേന് എവിടെ പോവും? 120 പോവും. ഓക്കെ, 4 പ്രാവശ്യമായപ്പോ 60 ആയി, ഒരു 30 വരും. 2 പ്രാവശ്യം കൊണ്ട് 6 പ്രാവശ്യം ആകുമ്പോഴത്തേന് എത്ര ആവും? 90 ആവും. 6 പ്രാവശ്യം ആകുമ്പോൾ 90 ആവും. 6 പ്രാവശ്യം ആകുമ്പോൾ 90 ആവും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 6 പോയിന്റ് സംതിങ് ആൻസർ വരണം. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ചെയ്തു നോക്കണ്ട, ഏകദേശം ഐഡിയ എടുത്താൽ മതി. 15 അല്ലേ? 15 15 30. 2 പ്രാവശ്യമായപ്പോ 30 ആയി, 4 പ്രാവശ്യമായപ്പോ 60 ആയി, വീണ്ടും 2 പ്രാവശ്യം ആയപ്പോ എത്ര ആയി? 90 ആയി അല്ലെ. 6 പ്രാവശ്യമായപ്പോ 90 ആയി. 7ാമത്തെ തവണ ഇല്ല. സോ 6 പോയിന്റ് സംതിങ് ആൻസർ വരത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ 6 പോയിന്റ് സംതിങ്. ഇല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്തോളൂ? ചെയ്തു നോക്കിക്കൊള്ളുക. എക്സാമിന് ചെയ്തുകൊണ്ടിരിക്കരുത്, വെറുതെ സമയം പോകത്തേ ഉള്ളൂ, ഒരു യൂസും ഇല്ല. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്പിയർ ഓഫ് മാസ് m and radius r is rotating about its diameter. A solid cylinder of the same mass and the same radius is also rotating about its geometrical axis with an angular speed twice that of the sphere. The ratio of kinetic energies of rotation will be. അവരുടെ എനർജിയുടെ റേഷ്യോ എന്താണെന്ന് ചോദിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ഒന്നുമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് ഞാൻ തൽക്കാലം കെ എന്ന് എടുക്കുകയാണ് പറയാൻ എളുപ്പത്തിന്. സോ അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഓപ്ഷൻ കൊടുത്തേക്ക് ഇ എന്ന് എടുക്കാം. എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓർമ്മയിൽ വെച്ചിരിക്കുക, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ റൊട്ടേറ്റ് ചെയ്യുന്ന? സോളിഡ് സ്പിയറും അതുപോലെ ഏതുമാണ്? സോളിഡ് സിലിണ്ടറും ആണ്. അങ്ങനെയാണെങ്കിൽ സ്പിയറിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സ്പിയർ ഇൻറ്റു ഒമേഗ ഓഫ് സ്പിയറിന്റെ സ്ക്വയർ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട് 1:5. ശരിയാണോ നോക്കാം. ആൻസർ 1:5 ആണോ എന്ന് അറിയില്ല. ചെയ്തു നോക്കാം ആൻസർ കിട്ടും. എന്താണ്? ഹാഫ് ഐ എസ് ഒമേഗ സ്ക്വയർ. അതുപോലെ വാല്യൂസ് പറഞ്ഞേ. അപ്പൊ 1/2 ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്പിയർ എത്രയാണ്? 2/5 mr സ്ക്വയർ. 2/5 mr സ്ക്വയർ ഇൻറ്റു ഒമേഗ എസ് സ്ക്വയർ. ഓക്കെ, 2 2 ക്യാൻസൽ ചെയ്യാം. സോ 1/5 mr സ്ക്വയർ ഒമേഗ സ്പിയറിന്റെ സ്ക്വയർ. ഇനി അതുപോലെ എനർജി ഓഫ് എന്ത് കണ്ടുപിടിക്കണം? സിലിണ്ടർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സിലിണ്ടർ ഇൻറ്റു ഒമേഗ ഓഫ് സിലിണ്ടറിന്റെ സ്ക്വയർ. ഒരുപാട് പേര് ഓപ്ഷൻ ബി ആൻസർ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, നമുക്ക് നോക്കാം. ശരിയാണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ ആണ്. അപ്പൊ എത്രയാണ്? mr സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ സി സ്ക്വയർ. ഓക്കെ അല്ലെ. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? 1/2 അല്ലോ, mr സ്ക്വയർ ബൈ 4 ആകത്തില്ലേ? 1/4 mr സ്ക്വയർ ഒമേഗ സി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ പറഞ്ഞ റേഷ്യോ സ്പിയർ എ ഡിവൈഡഡ് ബൈ സിലിണ്ടർ അല്ലെ. സ്പിയർ എ ഡിവൈഡഡ് ബൈ സിലിണ്ടർ ഇസ് ഈക്വൽ ടു 1/5
mr square omega s square divided by 1 by 4 mr square omega c square. mr square cancel ആവും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇത് വരും 4 omega s square divided by 5 omega c square. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കി. ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷനിലല്ല, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് സ്പിയർ. അതായത് സിലിണ്ടറിന്റെ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് സിലിണ്ടറിന്റേത് ആരുടേക്കാൾ ഡബിൾ ആണ്? ഇതിനേക്കാൾ ഡബിൾ ആണ്. ഇതിനേക്കാൾ ഡബിൾ ആണ്. സോ ആൻസർ 4 omega s square divided by 5 into omega c എന്ന് പറയുന്നത് 2 omega s ആണ്. സോ 2 omega s the whole square. omega square പോവും. ഈ 2 ഉം 2 ഉം പോവും. സോ ആൻസർ 1:5. ആൻസർ ഓപ്ഷൻ ബി 1:5. ഓക്കെ, കറക്റ്റ്. 1/5. ഓക്കെ, 1:5. യെസ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈസി ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറയാ. ഈസി ക്വസ്റ്റ്യൻ എന്താണ്? എ ലൈറ്റ് റോഡ് ഓഫ് ലെങ്ത് L has two masses m1 and m2 attached to its two ends. The moment of inertia of the system about an axis perpendicular to the rod and passing through the center of mass is. സെന്റർ ഓഫ് മാസ് കൂടെ പോകുന്നത് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് L ലെങ്ത് ഉള്ള ഒരു റോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ L ലെങ്ത് ഉള്ള റോഡ് എന്ന് കരുതുക. L ലെങ്ത് ഉള്ളൊരു റോഡ് ഉണ്ട്. ഓക്കെ അല്ലെ? ആ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് മാസസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മാസ് ഉണ്ട്. ഇത് m1 മാസ്, ഇത് m2 മാസ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് നമുക്ക് എവിടാന്ന് അറിയില്ല. സോ ഞാൻ ആ സെന്റർ ഓഫ് മാസിനെ ഇവിടെ ആയിട്ട് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള അകലം ഞാൻ R1 എന്ന് എടുക്കുന്നു. ഇവിടുന്ന് ഇവിടെ വരെയുള്ള അകലം ഞാൻ എത്ര എന്ന് എടുക്കുന്നു? R2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഒരകലം R1 എന്ന് എടുക്കുന്നു, ഒരകലം എന്ന് എടുക്കുന്നു? R2 എന്ന് എടുക്കുന്നു. ഈ R1 ഉം R2 ഉം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എളുപ്പത്തിൽ. R1ന്റെ വാല്യൂ, അതായത് m1ൽ നിന്നുള്ള അകലമാണെങ്കിൽ അത് m2 into L divided by ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇവ നമ്മുടെ ഡിസ്റ്റൻസ് L അല്ലേ? സോ m2L divided by എന്തായിരിക്കും? m1 plus m2 ആയിരിക്കും. R2ന്റെ വാല്യൂ എന്തായിരിക്കും? m1L divided by എന്തായിരിക്കും? m1 plus m2 ആയിരിക്കും. R1 എന്ന് പറയുന്നത് m2L divided by m1 plus m2. R2 എന്ന് പറയുന്നത് m1L divided by m1 plus m2. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ പിടിക്കാൻ ഒരു പാടില്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ is equal to m1 r1 square plus m2 r2 square. അല്ലെ? രണ്ട് മാസത്തിലേ ഉള്ളൂ. സോ m1 r1 square plus m2 r2 square, that is m1 into m2L divided by m1 plus m2 the whole square plus m2 into m1L divided by m1 plus m2 the whole square. ഓക്കെ അല്ലേ? സോ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ വരിക? വേഗം പറഞ്ഞേ. ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരും? ഇവിടെ that is equal to m1 m2 square L square divided by m1 plus m2 the whole square plus ഇവിടെ m2 m1 square L square divided by m1 plus m2 the whole square. നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ m1 m2 കോമൺ എടുത്ത് നോക്കാം. that is ഇവിടെ m1 ഉം ഇവിടുത്തെ m2 ഉം കോമൺ എടുക്കാം. m1 m2 divided by m1 m2 divided by എന്താ കണ്ടുപിടിക്കേണ്ടത്? the moment of inertia of the system about an axis passing perpendicular. okay, m1 m2 divided by താഴെ എന്താ ഉള്ളത്? m1 plus m2 the whole square അല്ലെ? into ഇനി മുകളിൽ ബാലൻസ് L സ്ക്വയർ ഉണ്ട്. L സ്ക്വയറിനോട് കോമൺ എടുക്കുന്നു. ബാലൻസ് ഉള്ള ആൾക്കാർ ആരൊക്കെയാ? ഇവിടെ ഒരു m2 ഉണ്ട്, ഇവിടെ ഒരു m1 ഉണ്ട് അല്ലെ? ഇവനും ഇതിനകത്തുള്ളൂടെ ക്യാൻസൽ ആവും. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഞാൻ മുകളിലോട്ട് എഴുതാം. ഫൈനൽ ആൻസർ m1 m2 divided by m1 plus m2 into L square. So option A is the right answer. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഇതിനകത്ത് ടൈപ്പ് എഴുതാൻ കുറച്ച് പാടാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ആൻസർ കിട്ടാൻ ലേറ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോരാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്ലാഷിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എ റോഡ് PQ of mass m and length L is hinged at the end P. The rod is kept horizontally by massless string
tied to a point Q as shown in figure. When the string is cut, the initial angular acceleration of the rod. Initial angular acceleration എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു റോഡ് ഉണ്ട്, ഈ സൈഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹിഞ്ച് ചെയ്തിരിക്കുകയാണ്, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനെ കട്ട് ചെയ്തു. അപ്പൊ ഇത് താഴോട്ട് വരുന്ന ആംഗുലാർ ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ടോർക്ക് കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും, ഇവിടെ ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. എത്രയാണ്, mg. അങ്ങനെയാണെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, L/2 ആണ്. സോ mg ഇൻറ്റു L/2. ടോർക്കിന്റെ ഇക്വേഷൻ ഓൾസോ നമുക്കറിയാം, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്, I ആൽഫ ആണ്. സോ നമുക്ക് ഇവരെ ഇക്വേറ്റ് ചെയ്യാം. എന്ത് കിട്ടും, I alpha is equal to mg into L/2. ഐയുടെ വാല്യൂ എത്രയാണ്, സൈഡ് ഒരു റോഡിന്റെ സൈഡിലൂടെയുള്ള എത്ര, ml²/3 ആണ്. സോ ml²/3 ആൽഫ is equal to mg into L/2. ദാ എമ്മും എമ്മും ക്യാൻസൽ, L² എല്ലും ക്യാൻസൽ. സോ ആൽഫ is equal to എത്ര വരും, 3 അങ്ങ് മോളി പോലെ 3gl divided by 12. So option A is the right answer. Option A is the right answer. 3g/12. Option A is the right answer. 3g/12. Okay. Option answer already വന്നു കഴിഞ്ഞു. Option answer already വന്നു കഴിഞ്ഞു. Very good. ഈ ഒരു പവറിൽ ഇതുപോലെ പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു പാടില്ല, ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A particle moves in a circle of radius 5 cm with a constant speed and time period 0.25 seconds. The acceleration of the particle is, particle acceleration എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു ഈസി ക്വസ്റ്റ്യൻ, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യും, ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r is equal to 5 cm. r തന്നിട്ടുണ്ട്, എത്രയാണ്, 5 cm. സോ 5 into 10⁻⁻2 മീറ്റർ. 5 into 10⁻⁻2 meter with a constant speed and time period 0.25 second. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കുക അല്ലെ. ഒമേഗയുടെ എങ്ങനെ കണ്ടുപിടിക്കും, ഒമേഗയുടെ വാല്യൂ, ഒമേഗ is equal to എന്താണ്, 2π/t ആണ്. ഒമേഗ is equal to എത്രയാണ്, 2π/t ആണ്. ഒമേഗ is equal to 2π/t ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ പറഞ്ഞേ 2π/t എത്രയാണ്, 0.25. പൈയും ക്യാൻസൽ. സോ 20/2. That is equal to എത്ര കിട്ടും, 10 എന്ന് കിട്ടി. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല, എ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. A is equal to എന്താണ്, r² ഒമേഗ. A is equal to r² ഒമേഗ അല്ല, r omega². A is equal to r omega². സർക്കുലർ മോഷൻ പഠിച്ചല്ലേ, A is equal to r omega². സോ ആൻസർ എന്ത് വരും, r എത്രയാണ്, 5 into 10⁻⁻2 into ഒമേഗ എത്രയാണ്, ഒമേഗ എത്ര വരും, ഒമേഗയുടെ വാല്യൂ 10. സോ 10². ഇവനും ക്യാൻസൽ ആയി. സോ ആൻസർ 5 m/s. ഓപ്ഷൻ സി. ഓക്കെ, ഇഷാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ സന്തോഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ കളർ മാറ്റാൻ വിട്ടുപോയി കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഈസി അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solid cylinder of mass 50 kg and radius 0.5 meter is free to rotate about the horizontal axis. A massless spring is wound around the cylinder with one end attached to it and other hanging freely. The tension in the string required to produce an angular acceleration of 2 revolutions per second square is. അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് അടിപൊളി ക്വസ്റ്റ്യൻ? എന്താ, അതായത് ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട്. ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് എഴുതാം. ഈ സിലിണ്ടറിന്റെ മുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കയർ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ദെൻ ആ വള്ളി താഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ആ വള്ളിയിൽ എത്ര ഫോഴ്സ് കൊടുത്താൽ, എത്ര ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ആംഗുലാർ ആക്സിലറേഷൻ 2 ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആംഗുലാർ ആക്സിലറേഷൻ എത്ര ആണ്, 2 ആണ്. അത് 2 എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? ആൻസർ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. അറിയാവുന്ന ഒരു ആൻസർ കമന്റ് ചെയ്തേ, എന്നിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യാൻ നോക്കിക്കോളാം. സപ്പോസ് ഇതിനകത്ത് കൊടുക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് എഴുതിക്കോളാം, T ആണെന്ന് എഴുതാം. ടെൻഷൻ എത്രയാണ്, T. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സൈഡ് വ്യൂ നോക്കിയേ. ഇതാണ് നമ്മുടെ സ്പിയറിന്റെ സൈഡ്. ഇവിടാണ് നമ്മൾ ടെൻഷൻ T കൊടുക്കുന്നത്.
അല്ലെ, ഇങ്ങോട്ടേക്ക് ടെൻഷൻ ടി കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും അബൌട്ട് ദിസ് ആക്സിസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ആർ ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ആർ, റേഡിയസ് ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ. റേഡിയസ് എന്തുകൊണ്ട് 0.5 മീറ്റർ അവിടെ നിൽക്കട്ടെ, ടി ഇൻറ്റു ആർ അല്ലെ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 0.5, ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ബൈ 2. സോ ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടിയ എത്രയാണ്, ടി ബൈ 2, 157 ന്യൂട്ടൺ. ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി. മേ ബി ആൻസർ ശരിയായിരിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാവരും ഓപ്ഷൻ ഡി ആൻസർ പറയാൻ ശ്രദ്ധിക്കുക, ഉറപ്പായിട്ട് ശരിയായിരിക്കും. നിങ്ങൾ സൂപ്പർ പ്ലെയർ അല്ലേ, നിങ്ങൾ ഉറപ്പായിട്ട് ആൻസർ പറയാം, ശരിയാകും, ശരിയാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്, ടി ബൈ 2 ആണ്. ഇനി ടോർക്കിന് മറ്റൊരു ഇക്വേഷൻ അറിയാം, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ആൽഫ ആണ്. സോ ഇക്വേറ്റ് ചെയ്യാം, ഐ ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ്, ടി ബൈ 2 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടി അല്ലേ, സോ ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐ ആൽഫ. ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐ ആൽഫ. സോ ചെയ്തേ 2 ഇൻറ്റു ഐന്റെ വാല്യൂ, സിലിണ്ടർ അല്ലേ, സോളിഡ് സിലിണ്ടർ ആണ്. സോ എം ആർ സ്ക്വയർ ബൈ 2, എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ. ആൽഫ എത്രയാണ്, 2 revolutions per second. അവിടെ തെറ്റുന്നത്, ആൽഫ ഈസ് ഈക്വൽ ടു 2 revolutions per second square ആണ്. 2 revolutions per second square എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ഒരു റെവല്യൂഷൻ 2 പൈ ആണ്. സോ ആൻസർ എത്ര വരും, 4 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. 4 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എത്രയാണ്, 4 പൈ. ഇത് സോൾവ് ചെയ്താൽ മതി. 2 ഇൻറ്റു എം ആർ സ്ക്വയർ, എം എത്രയാണ്, 50 ആണ്, ഇൻറ്റു 0.5ന്റെ സ്ക്വയർ. സോ 0.25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 പൈ. 2 ഇൻറ്റു ക്യാൻസൽ ആവും. 4 ഇൻറ്റു 0.25 ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു 1 കിട്ടും. സോ ആൻസർ 50 പൈ എന്ന് വരും. 50 പൈ. 50 പൈ, പൈയുടെ വാല്യൂ 3.17 ആണ് അല്ലെ, പൈയുടെ വാല്യൂ 3.17 ആണ്. അപ്പൊ 50 ഇൻറ്റു 3 ചെയ്യുമ്പോൾ തന്നെ 150 കിട്ടും. സോ 150നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 157. ചെയ്തു നോക്കണ്ട, ചെയ്തു നോക്കാതെ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ചെയ്തു നോക്കാതെ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ. ഓ നിങ്ങൾ ഓൾറെഡി എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ thin rod of length L and mass M is bent at its midpoint into 2 halves. ഈസി ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. അതായത് ഒരു റോഡ് ഉണ്ട്, ഇതാണ് നമ്മുടെ റോഡ്. ഓക്കെ, ഈ റോഡിന്റെ മാസ് എം ആണ്, ഇതിന്റെ ലെങ്ത് എത്ര ആണ്, എൽ ആണ്. ഓക്കെ, ക്യാപിറ്റൽ എൽ. ഓക്കെ, എം ആണ്, ക്യാപിറ്റൽ എൽ ആണ്. ഇതിനെ ബെൻഡ് ചെയ്ത് 2 ഈക്വൽ ഹാഫ്സ് ആക്കി, ഇങ്ങനെയുള്ള 2 ഈക്വൽ ഹാഫ്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിന് അബൌട്ട് ആയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്, ഇത് എത്രയാണ്, m/2 മാസ് ആയി, l/2 ലെങ്ത് ആയി. ഇത് എത്രയായി, m/2 മാസ് ആയി, l/2 ലെങ്ത് ആയി. മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഒരു മാറ്റവും വരത്തില്ല, ഇത് സൈഡ് അല്ലേ. സോ ml²/3 അല്ലേ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ. സോ I is equal to 2 ഇൻറ്റു m/2 ഇൻറ്റു l/2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. സോ 2 ഇൻറ്റു m/2 ഇൻറ്റു l സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 3. That is equal to 2 ഇൻറ്റു 1/3 ഇൻറ്റു, ഓ സോറി ഇത് 1/3 മേളിൽ പോകും അല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എസ് 2 4 4 16/4. സോറി ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ആണ്, എടുത്തെഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ആണ്. സോറി. എങ്ങനെ വരിക ആൻസർ, 2 ഇൻറ്റു 1/3 ഇൻറ്റു m/2 ഇൻറ്റു l സ്ക്വയർ അല്ലേ. സോ l/2 ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ വരാം. സോ 2 ഇൻറ്റു 1/3 ഇൻറ്റു m/2 ഇൻറ്റു l സ്ക്വയർ ബൈ 4. 2 ഇൻറ്റു ക്യാൻസൽ ആവും. സോ ml സ്ക്വയർ ബൈ 12. ഞാൻ എടുത്തെഴുതിയ പറ്റിപ്പോയതാണ്. സോ ആൻസർ ml സ്ക്വയർ ബൈ 12. ഓൾറെഡി നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ. Two bodies have their moment of inertia I and 2I respectively about their axis of rotation. If their kinetic energies of rotations are equal, their angular momentum will be in the ratio. ഒന്നുമില്ല, simple question. Kinetic energy, അതായത് if the two bodies have their moment of inertia I and 2I about their axis of rotation. If their kinetic energies of rotation are equal, kinetic energy rotation എന്താണ്, ഈക്വൽ ആണ്. their angular momenta will be, അവരുടെ ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും, അവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല ചോദിച്ചിരിക്കുന്നത്, ആംഗുലാർ സ്പീഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും, ഒന്നുമില്ല. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹാഫ് I1 omega 1 square is equal to
ഹാഫ് I2 ഒമേഗ 2 സ്ക്വയർ. ഈ ഹാഫും ഹാഫും ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. I1 പകരം എത്ര കൊടുക്കാം? I കൊടുക്കാം ഒന്നാമത്തെ കേസിൽ. സോ I ഒമേഗ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ എന്ത് കൊടുക്കാം? 2I ഒമേഗ 2 സ്ക്വയർ. 2I ഒമേഗ 2 സ്ക്വയർ അല്ലെ. 2I ഒമേഗ 2 സ്ക്വയർ. സോ ഐയും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഒമേഗ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഒമേഗ 2 സ്ക്വയർ അല്ലെ. യെസ്. എങ്ങനെ ചെയ്യും? ഒമേഗ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഒമേഗ 2 സ്ക്വയർ. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലല്ലോടെ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗുലാർ മൊമെന്റത്തിന്റെ റേഷ്യോ, അതായത് എല്ലിന്റെ റേഷ്യോ അല്ലെ. എല്ലിന്റെ റേഷ്യോ ആണ്. ടു ബോഡീസ് ഹാവ് their moment of inertia as എല്ലിന്റെ റേഷ്യോ L mass to velocity I omega. ഓക്കെ ഫൈൻ. ഇതിൽ നമുക്ക് ഒമേഗ 1 is equal to √2 ഒമേഗ 2 എന്ന് കിട്ടും. ഒമേഗ 1 is equal to √2 ഒമേഗ 2. ഇനി നമുക്ക് L അറിയാം. L is equal എന്താണ് ഇക്വേഷൻ? I ഒമേഗ ആണ്. സോ L1 is equal to I into ഒമേഗ 1. L2 is equal to എന്താണ്? L2 is equal to 2I into ഒമേഗ 2. That is equal to 2I into ഒമേഗ 2 എത്രയാണ്? √2 ഒമേഗ ഓക്കെ അങ്ങനെ മതി. 2I into ഒമേഗ 2. ഇതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? I into √2 ഒമേഗ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് റേഷ്യോ എടുക്കാം. എന്താണ്? L1 by L2 is equal to I into √2 ഒമേഗ 2 divided by 2I into ഒമേഗ 2. ഒമേഗ 2 ഐയും ക്യാൻസൽ ആവും. √2 by 2 വരും. That is 2 by √2 by √2 into √2. That is 1 by √2 എന്ന് വരും. 1 by √2. So 1:√2 is the right answer. Option D is the right answer. Answer already നിങ്ങൾ ആൻസർ പറഞ്ഞു. Very good. Okay, very good. Okay, fine. ഇത് വേറെ മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഞാൻ എളുപ്പത്തിൽ ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിന് പകരം വേറൊരു മെത്തേഡോടെ ഞാൻ പറഞ്ഞുതരാം. വേറൊരു മെത്തേഡോടെ ചെയ്യാം. അതായത് നമ്മൾ P is equal to നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ലീനിയർ മോഷനിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P സ്ക്വയർ ബൈ 2m. ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു L സ്ക്വയർ ബൈ 2I. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. ഇതാണ് എളുപ്പം എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അതായത് L1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2I1 is equal to L2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2I2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ L1 സ്ക്വയർ ഡിവൈഡഡ് ബൈ L2 സ്ക്വയർ is equal to 2I1 divided by 2I2. 2 into cancel ആവും. I divided by 2I, that is equal to 1 by 2. അങ്ങനെയാണെങ്കിൽ L1 by L2 is equal to 1 by √2 എന്ന് കിട്ടും. ഇതാണ് എളുപ്പം. ഇതാണ് ഈസി മെത്തേഡ്. പെട്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല കേട്ടോ. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. ഈസി മെത്തേഡ്. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അതായത് ലീനിയർ മോഷനിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P സ്ക്വയർ ബൈ 2m ആണ്. ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എങ്ങനെ ആക്കാം? L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2I എന്നാക്കാം. ആ കോൺസെപ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും 1 by √2. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഞാൻ ഓർക്കാതെ പെട്ടെന്ന് നോർമൽ ഇക്വേഷൻ വെച്ചങ്ങ് ചെയ്തു പോയി. ഓപ്ഷൻ ഫൈനൽ ആൻസറിൽ എത്തിയപ്പോഴാണ് കാര്യം ഓർത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റാണോടെ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. യെസ്, ഓക്കെ. നിങ്ങൾ പലരും ചെയ്തത് രണ്ടാമത്തെ മെത്തേഡ് ആയിരിക്കും അല്ലെ? Very good. A round disk of moment of inertia I2 about its axis perpendicular to its plane and passing through its center is placed over another disk of moment of inertia I1 rotating with an angular velocity omega about the same axis. The final angular velocity of the combination of the disk is ഒന്നുമില്ല, easy question. അതായത് രണ്ട് ഡിസ്ക്, ഇത് ഒന്നാമത്തെ ഡിസ്ക്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1, ഇത് രണ്ടാമത്തെ ഡിസ്ക്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I2. ഓക്കെ, എ റൗണ്ട് ഡിസ്ക് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I2 ഈ രണ്ടാമത്തെ ഡിസ്കിനെ എടുത്ത് എവിടെ വെക്കുന്നു? ഇതിന്റെ മുകളിലോട്ട് വെക്കുകയാണ്. മുകളിലോട്ട് വെക്കുന്ന സമയത്ത് ഇത് ഏത് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക? ω1 സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. സോ ദിസ് ഈസ് ദ ഇനിഷ്യൽ സിറ്റുവേഷൻ. ദെൻ നമ്മൾ നേരെ ഫൈനൽ സിറ്റുവേഷനിലേക്ക് വരാം. ഫൈനൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇത് ഒന്നാമത്തെ ഡിസ്ക്, അതിന്റെ മുകളിൽ അടുത്ത ഡിസ്ക് കൊണ്ട് കോമൺ ആക്സിസ് ആയി. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal എന്തായിരിക്കും? I1 plus I2 ആയിരിക്കും. റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? ഒമേഗയാണ്. നമുക്ക് ആ ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം L ഇനിഷ്യൽ is equal to L ഫൈനൽ. Lന്റെ ഇക്വേഷൻ എന്താണ്? I1 ω1 is equal to I2 ω2. ഈ I1 ω1 നമ്മുടെ ഇതല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. സോ L is equal to I ഒമേഗയാണ്. അപ്പൊ ഇനിഷ്യൽ എന്ത് വരും? I1 ω1 is equal to ഫൈനൽ എന്ത് വരും? I1 plus I2 into ഒമേഗ. ആ പരിപാടി കഴിഞ്ഞു. ഒമേഗ is equal to I1 ω1 divided by
I1 plus I2. ഇവിടെ omega 1 ന് omega തന്നിട്ടുണ്ട്. So answer I1 omega divided by I1 plus I2. Option C is the right answer. Easiest question. ഞാൻ ചെയ്യുന്നില്ല നല്ല ഓൾറെഡി ചെയ്തു, സ്പീഡിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. എന്താണ്? I1 omega divided by I1 plus I2. ഓപ്ഷൻ C is the right answer. Option D അല്ല, ഓപ്ഷൻ C is the right answer. തെറ്റിപ്പോകരുത്. I1 omega divided by I1 plus I2 is the right answer. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സമയമില്ല നമ്മൾ ഇതിന്റെ കുറിച്ച് ലാഗ് വന്നു. സോ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of radius of gyration of circular disk about a tangential axis in its plane of the disk and of circular ring of the same radius about the tangential axis in the plane. എങ്ങനെ ചെയ്യും? സിമ്പിൾ ആണല്ലേ? ratio of radii gyration of circular disk about a tangential axis in its plane. പ്ലെയിനിലകത്തെ ടാൻജൻഷ്യൽ ആക്സിസിന്റെ ആണ് വേണ്ടത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡിസ്കും റിങ്ങും അല്ലെ? ഡിസ്ക് റിങ്. നമുക്ക് ആദ്യം ഡിസ്കിന്റെ കേസിലേക്ക് വരാം. ഡിസ്ക് എങ്ങോട്ടേക്ക് വരാം? റിങ്ങിന്റെ കേസിലേക്ക് വരാം. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to എത്ര വരും? സെൻട്രിക്കൂടെ ആണെങ്കിൽ mr², ഡയമീറ്റർ ആണെങ്കിൽ mr²/2. സോ സൈഡിൽ ഇത് വരുമ്പോൾ എത്ര വരും? mr²/2 plus mr², that is 3/2 mr², അല്ലെ? സെന്ററിലുള്ളത് mr²/2, ഇത് mr²/4 അല്ലേടെ? ഡയറക്റ്റ് അറിയാമോ? ഇല്ലേ ഞാൻ ചെയ്തു തരാം. ഡയറക്റ്റ് ആയിട്ട് അറിയാമോ ടാൻജൻഷ്യൽ ആക്സിസിന്റെ ഇത് കണ്ടുപിടിക്കാൻ? അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു തരാം. അതായത് ഡിസ്കിൻ്റെത് 5/4 mr² ആണ് ടാൻജൻഷ്യൽ ആയിട്ടുള്ളത്. റിങ്ങിൻ്റെത് ടാൻജൻഷ്യൽ ആയിട്ടുള്ളത് 3/2 mr². ഇത് അറിയാമെന്ന് കരുതുന്നു. അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു പോവാം. അറിയാമോ? സെറ്റ് ആണോ? ടാൻജൻഷ്യൽ ആക്സിസിൻ്റെത്, അതായത് ഇപ്പോ ഇത് ഡിസ്ക് ഇങ്ങനെ വിചാരിക്കും. ഇത് ഡിസ്ക്, ഇത് എത്രയാണ്? mr²/2. ഇത് എത്രയാണ്? mr²/4. ഇതിന് നേരെ ടാൻജൻഷ്യൽ ആയിട്ടുള്ളത് എത്രയാണ്? mr²/4, സോറി 5/4 mr². പാരലാക്സ് ഇത്ര അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക, നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ റിങ്ങിന്റെയും കേസിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/2 mr² കിട്ടും. ഓക്കെ, സോ ഇവരുടെ റേഷ്യോ, ഇതിനകത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം അല്ലെ? സോറി, മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല, K കണ്ടുപിടിക്കണം. K is equal എന്താണ് ഇക്വേഷൻ? √I/m. സോ ഞാൻ ആ എമ്മിനെ കൂടെ ഇപ്പുറം കൊണ്ടുവന്നു. I/m is equal to 5/4 r². ഇവിടെ I/m is equal to എത്ര കിട്ടും? 3/2 r². അങ്ങനെയാണെങ്കിൽ ഇവിടെ K യുടെ വാല്യൂ, K ഓഫ് ഡിസ്ക് എത്രയാണ്? √5/4 r. K ഓഫ് റിംഗ് എത്ര ആയിരിക്കും? √3/2 r. ഇനി ഇവരുടെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുത്തേ വേഗം പറഞ്ഞ റേഷ്യോ ഞാൻ സൈഡിലോട്ട് ചെയ്യാം. റേഷ്യോ എടുക്കുന്ന സമയത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ഡിസ്ക് ടു റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു √5/4 r ഡിവൈഡഡ് ബൈ √3/2 r. ആറും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് √5/4 into 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു √5 കട്ട് ചെയ്യാലോ? കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 2 വരും. 5/6. So √5 is to √6. Option C is the right answer. √5 is to √6. √5 is to √6. Yes. Option C is the right answer. ആരൊക്കെ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്? ഏഞ്ചൽ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി is the right answer. √5 is to √6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യസിന്റെ റേഷ്യോസ് അല്ല, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ റേഷ്യോ. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, okay. Very good. So the next question, 4 identical thin rods, each of mass m and length L, form a square frame. Moment of inertia of this frame about an axis passing through its center is simple ആണ്. Identical റോഡ്സ് ആണ്. സോ ഇവിടെ റോഡ് ഉണ്ട്, ഇവിടെ റോഡ് ഉണ്ട്, ഇവിടെ റോഡ് ഉണ്ട്, ഇവിടെ റോഡ് ഉണ്ട്. ഇതിന്റെ മാസ് m ആണ്, ലെങ്ത് L ആണ്. ഇതിന്റെ മാസ് m ആണ്, ഇതിന്റെ ലെങ്ത് L ആണ്. ഇതിന്റെ മാസ് m ആണ്, ലെങ്ത് L. ഇതിന്റെ മാസ് m ആണ്, ലെങ്ത് L. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതുവഴിയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം എത്രയാണ്? ml²/12. സോ ഇതുവഴിയുള്ളത് കണ്ടുപിടിക്കാം. എന്താണ്? I is equal to ml²/12 plus mass into distance in the square, that is L/2 the whole square. അല്ലെ? L/2 the whole square. ഏത് തിയറം? പാരലാക്സിസ് തിയറം. സോ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ml²/12 plus ml²/4. സോ ആൻസർ 12 LCM എടുക്കാം. സോ 12 into മണ്ടയിൽ ml² plus 3ml², 3ml². So 4ml² divided by 12. 4ml²/12. ഇത് ഒരെണ്ണത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതുപോലെ 4 എണ്ണമില്ലേ? സോ ഫൈനൽ ആൻസർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫൈനൽ is equal to 4 into 4ml²/12. കട്ട് ചെയ്യാം ഇവിടെ ഒരു 4 12 4ml² divided by 3. സോ നമ്മുടെ ആൻസർ 4ml²/3
4 ml square by 3. The option answer വന്നു കഴിഞ്ഞു. Option A is the right answer, 4 ml square by 3. Okay. Clear അല്ലേ? 4 ml square by 3. ആൻസർ ഓൾറെഡി വന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പേ ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഈ ഒരു പവറിൽ ഈ ഒരു സെറ്റിൽ ഇതുപോലെ പഠിക്കുക. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഒരു പാടുമില്ല. So next question. Two bodies of masses 1 kg and 3 kg have position vectors I plus 2j cap plus k cap and minus 3i cap minus 2j cap plus k cap respectively. The center of mass of the system has the position vector. ഒന്നുമില്ല, center of mass കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. R is equal to എന്താണ്? m1 r1 plus m2 r2 divided by m1 plus m2. വാല്യൂസ് നടക്കുന്ന m1 എത്രയാണ്? 1 ആണ്. അതിന്റെ പൊസിഷൻ വെക്ടർ എത്രയാണ്? I cap plus 2j cap plus k cap plus മാസ് രണ്ടാമത്തെ മാസ് എത്ര? 3 ആണ്. അതിന്റെ പൊസിഷൻ വെക്ടർ എത്രയാണ്? minus 3i cap minus 2j cap plus k cap divided by ടോട്ടൽ മാസ് എത്ര വരും? 1 plus 3. So 1/4 അതുപോലെ അവിടെ കിടക്കട്ടെ. ബാക്കി നമുക്ക് ചെയ്യാം. ബാക്കി എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ i cap plus 2j cap plus k cap ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 into minus 3 minus 9i cap minus 6j cap plus 3k cap അല്ലെ? സോ ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. that is equal to 1/4 into ഇവിടെ ഒരു i cap ഉണ്ട്, ഇവിടെ ഒരു minus 9 i cap ഉണ്ട്, so minus 8 i cap. ഇവിടെ ഒരു 2j cap ഉണ്ട്, ഇവിടെ ഒരു minus 6j cap ഉണ്ട്, so minus 4j cap. ഇവിടെ ഒരു k cap ഉണ്ട്, ഇവിടെ ഒരു 3k cap ഉണ്ട്, so plus 4k cap. 4 കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പരിപാടി കഴിഞ്ഞു. minus 2i cap minus j cap minus k cap. So നമ്മുടെ ആൻസർ minus 2i cap minus j cap minus k cap. minus 2i cap minus j cap plus k cap. Sorry, not plus, minus plus k cap. Option B is the right answer. 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 Okay. ആർക്കൊക്കെ എ കിട്ടുന്നുണ്ട്? എ അല്ല, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ആദ്യം ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എയിൽ ജെയുടെ ടൈം വന്നിട്ടില്ല, ജെയുടെ ടൈം ഇല്ല. minus 2i cap കൊണ്ടുകൊണ്ട് ഓപ്ഷൻ എ മാർക്ക് ചെയ്തോളൂ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഫൈൻ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a flywheel makes 120 revolutions per minute, then its angular speed will be. ഒന്നുമില്ല, ചുമ്മാ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാ, വെറുതെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഈസി ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കണ്ടേ? എന്താണ്? If a flywheel makes 120 revolutions per minute, 120 revolutions per minute, then its angular speed will be. Angular speed കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഒമേഗ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒമേഗ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 120 revolutions per minute എന്ന് പറഞ്ഞാൽ 120 ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π ആംഗിളാ. സോ 120 എന്ന് പറയുമ്പോൾ 120 into 2π റേഡിയൻ per minute ആണ്. മിനിറ്റ് അപ്പൊ സെക്കൻഡിലോട്ട് മാറ്റാം. അപ്പൊ 120 into 2π divided by 60, that is equal to എത്ര ഇടും? 4π എന്ന് ആൻസർ ഇടും. പരിപാടി കഴിഞ്ഞു. എങ്ങനെയാ? 6 0 ക്യാൻസൽ, 6 12 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വരും. 2 2 4 4π. സോ 4π റേഡിയൻ per second is the right answer. ഓപ്ഷൻ സി is the right answer. ഒന്നുമില്ല, ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇടുമ്പോഴേ നിങ്ങൾ ആൻസർ പറഞ്ഞു കാണും, എനിക്കറിയാം. ഓപ്ഷൻ സി is the right answer. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി is the right answer. ഓക്കെ, 4π റേഡിയൻ per second. ഇഷാനി, വെരി ഗുഡ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a sphere is rolling, the ratio of the translational energy to total kinetic energy is given by. ടോട്ടൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? വേഗം പറഞ്ഞേ. If the sphere is rolling, സ്പിയർ റോൾ ചെയ്യാണ്. സോ ടോട്ടൽ എനർജി ആദ്യം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം അല്ലെ? സോ കൈനറ്റിക് എനർജി ടോട്ടൽ is equal to half I omega square plus half mv square. Half I omega square plus half mv square. Okay ആണല്ലോ? That is equal to half into I ക്ക് പകരം എന്ത് എടുക്കാം? mk square എന്ന് എടുക്കാം into omega square. omega square ന് വാല്യൂ എടുക്കാമല്ലോ? വേണ്ട, എല്ലാത്തിനും വാല്യൂ വന്നിട്ടില്ലേ? സ്പിയർ ആണ് തന്നിട്ടില്ലേ? സോ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/5 mr square into omega square plus 1/2 mv square. That is equal to 2 into cancel ആവും. 1/5 m into r omega എന്ന് പറഞ്ഞാൽ v ആണ്. സോ mv square plus 1/2 mv square. That is equal to 1/2 plus 1/5 അല്ലെ? 1/2 plus 1/5 എത്ര ഇവിടെ?
5 2 7 7 mv square divided by 10 അല്ലെ 7 mv square divided by 10 7 mv square divided by 10 I think so 2 by 5 mr square omega square mv square 7 by 10 mv square ഇനി kinetic energy ടോട്ടൽ ആണ് ഇത് അല്ലെ നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ലേഷണൽ എനർജി ടു total kinetic energy translational എത്രയാണ് kinetic energy translational that is equal to half mv square okay അല്ലേ half mv square ratio എടുത്ത പരിപാടി കഴിഞ്ഞു ഇവരുടെ ratio എടുത്ത പരിപാടി കഴിഞ്ഞു എന്തൊക്കെയാ translational to total ആണ് വേണ്ടത് so kinetic energy translation by kinetic energy total that is equal to half mv square divided by 7 by 10 mv square cancel 1 by 2 into 10 by 7 that is equal to 5 by 7 so 5 is to 7 is the right answer option D is the right answer option D is the right answer ഒരുപാട് പേര് മിസ്റ്റേക്ക് ആണല്ലോ എയും സിയും ഒക്കെ ആൻസർ വന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷണൽ ടു ടോട്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷൻ ടു ടോട്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി 5 is to 7 is the right answer അതെന്താ എല്ലാവർക്കും തെറ്റിപ്പോയേ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്താ എല്ലാവർക്കും തെറ്റിപ്പോയേ 2 is to 5 ആണോ 2 is to 5 ആണോ അതെങ്ങനെ വരും 2 is to 5 ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ നേരെ ചെയ്ത് നോക്കിയേ 2 is to 5 എങ്ങനെ വരുന്നേ സ്പിയറിന് 2 by 3 mr square ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് 2 by 3 mr square ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 2 by 3 mr square കൊടുക്കല്ലോ 2 by 5 mr square എടുക്കുക 2 by 3 mr square വരുന്നത് ഹോളോ സ്പെറിക്കൽ ഷെൽ ആണ് അപ്പൊ സ്പെറിക്കൽ ഷെല്ലിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും ഇത് സ്പിയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങൾ സോളിഡ് സ്പിയർ എന്ന് തന്നെ കൺസിഡർ ചെയ്യാം ഓക്കെ കറക്റ്റ് ആക്കിയെങ്കിൽ ഓക്കെ ഫൈൻ സോ അടുത്ത ക്വസ്റ്റ്യൻ the moment of inertia of a body about given axis is 1.2 kilogram per meter square. Initially the body is at rest. In order to produce a rotational kinetic energy of 1500 joule, an angular acceleration of 25 radian per second square must be applied about that axis of for a duration of time ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ മൊമെന്റ് ഓഫ് ഇനീഷ്യൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് I is equal to എത്ര ആണ് 1.2 ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇനിഷ്യലി the body is at rest so omega 0 is equal to എത്ര ആണ് 0 ആണ് acceleration തന്നിട്ടുണ്ട് alpha is equal to 25 radian per second square ആണ് kinetic energy തന്നിട്ടുണ്ട് 1500 kinetic energy equation നമുക്കറിയാം half I omega square is equal to 1500 omega square is equal to 1500 into 2 divided by I that is equal to 1500 into 2 divided by I ക്ക് വരെ എത്ര എടുക്കാം 1.2 എടുക്കാം 1.2 that is omega is equal to root of 2 into 15 30 വരും 30 into 100 divided by 1.2 so ഒമേഗയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടും 100ന്റെ റൂട്ട് എടുത്താൽ 10 വരും റൂട്ട് 300 by 12 300 by 12 ഒരു 12 എടുത്താൽ 3 36 ആയിപ്പോ 24 സോ അപ്രോക്സിമേറ്റ്ലി ഇത് 25 ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏതിനടുത്ത് വരും 25 അടുത്ത് വരും അല്ലെ 12 by 24 സോ അത് 5 ആവും സോ 10 into root 5 that is equal to root 5 അല്ല root 25 that is 5 into 10 into 5 that is equal to 50 ഒമേഗയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും 15 കിട്ടും അപ്രോക്സിമേറ്റ് ആണ് എക്സാക്ട് വാല്യൂ അല്ല ഞാൻ പറഞ്ഞത് അപ്രോക്സിമേറ്റ് ഓക്കെ ഒമേഗയുടെ വാല്യൂ അപ്രോക്സിമേറ്റ് എത്രയാണെന്ന് കിട്ടും 15 കിട്ടും നമുക്ക് കാൽക്കുലേഷൻ കറക്റ്റ് എക്സാക്ട് ആൻസർ വേണ്ട കാൽക്കുലേഷനകത്ത് അപ്രോക്സിമേഷൻ ചെയ്യാം 300 divided by 12 അതാ കറക്റ്റ് കിട്ടുമോ നോക്കട്ടെ 24 പോയിട്ട് 6 കറക്റ്റ് എക്സാക്ട് കിട്ടും സോ ഇതിനകത്ത് എത്ര വരും 25 വരും 560 അല്ലേ 25 റൂട്ട് 25 5 ആവും സോ 50 is the answer root 50 is the right answer omega is the right answer omega വാല്യൂ 15 കിട്ടി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ടൈം ആണ് സോ ഒമേഗ 0 അറിയാം ആൽഫ അറിയാം ഒമേഗ അറിയാം സോ നമ്മുടെ v equal to u plus 80 യുടെ പവറുള്ള ഇക്വേഷൻ v equal to u plus 80 അതിന്റെ പവറുള്ള ഇക്വേഷൻ ഏതാണ് ഒമേഗ is equal to omega 0 plus alpha t ഒമേഗ എത്രയാണ് 50 omega 0 25 into t is equal to 50 by 25 that is equal to 2 second so നമ്മുടെ ആൻസർ ഓപ്ഷൻ B 2 second will be the right answer okay ആണോ
ഈസി ക്വസ്റ്റ്യൻ ആ, ക്വസ്റ്റ്യൻ കണ്ട് കൺഫ്യൂസ്ഡ് ആവല്. ഈസി ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മെത്തേഡിൽ എന്ന് വെച്ചാൽ ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഇത് നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻ ആണ്. നോർമൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മുടെ ട്രാൻസ്ലേഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ട്രാൻസ്ലേഷണൽ മോഷനിൽ എന്താ ചോദിക്കുക, ഒരു ബോഡി റെസ്റ്റിലായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1500 ജൂളായി, അതിന്റെ ആക്സിലറേഷൻ ഇത്രയായിരുന്നു, അങ്ങനെയാണെങ്കിൽ അതിന് അത്രയും സമയം എടുക്കുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആ സെയിം ക്വസ്റ്റ്യൻ റൊട്ടേഷനിൽ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈസി ക്വസ്റ്റ്യൻ, വേറെ മെത്തേഡ് ഒന്നുമില്ല. ദിസ് ഇസ് ദ ഓൺലി ഈസിയസ്റ്റ് മെത്തേഡ്, ഏറ്റവും സിമ്പിൾ മെത്തേഡ്. Two racing cars of mass m and 4m are moving in a circle of radii r and 2r respectively. If their speeds are such that each makes a complete circle in same time, then the ratio of angular speed of the first to the second car is. Answer പറയാമോ? ഈസി ക്വസ്റ്റ്യൻ. രണ്ട് റേസിംഗ് കാർസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ റേസിംഗ് കാർ, ഇത് രണ്ടാമത്തെ റേസിംഗ് കാർ. ഒന്നാമത്തെ റേഡിയസ് 6, രണ്ടാമത്തെ റേഡിയസ് 2r. ഓക്കെ, ഒന്നാമത്തെ മാസ് m, രണ്ടാമത്തെ മാസ് 2m. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു, ഇവൻ ഇവിടുന്ന് കറങ്ങി ഇവിടെ വന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഒമേഗ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ലേ, ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ തീറ്റ എത്രയാണ്? 2π ഡിവൈഡ് ബൈ ടി. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സെയിം ടൈം കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ടുപേരുടെയും ഒമേഗ സെയിം ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. കാരണം സമയം സെയിം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. Okay, if their speeds are such that each makes a complete circle in same time. അവരുടെ സ്പീഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സെയിം ടൈമിലാണ്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 2π ആംഗിൾ. അതിനെടുക്കുന്ന സമയം എത്രയാണ്? ടി ആണ്. സോ ഒന്നാമത്തേതും 2π ബൈ ടി ആണ് ഒമേഗ, രണ്ടാമത്തെ ഒമേഗ എത്രയാണ്? 2π ബൈ ടി ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. രണ്ട് ഒമേഗയും സെയിം ആയിരിക്കും. ആംഗുലർ സ്പീഡ്സ് ആർ ഈക്വൽ. സോ 1:1 എന്നത് കിട്ടും, റേഷ്യോ കിട്ടും. 1:1 എന്നത് റേഷ്യോ കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 20th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യൻ. മാസിന് ഇവിടെ ഇമ്പോർട്ടന്റ് ഇല്ല മക്കളെ. 4m ആണ് മാസ്, പക്ഷേ ഇമ്പോർട്ടന്റ് ഇല്ല. ഞാൻ അത് വെറുതെ എഴുതിയതാണ്. മാസ് എമ്മിന് അവിടെ ഇമ്പോർട്ടന്റ് ഇല്ല. 4m തന്നെയാണ്. ഞാൻ വെറുതെ എഴുതിയേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാ. ഇവിടെ മാസിനൊന്നും ഒരു ഇമ്പോർട്ടന്റും ഇല്ല. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ യൂണിഫോം സർക്കുലർ ഡിസ്ക് ആണ്. അബൌട്ട് ഡയമീറ്റർ ഈസ് i. ശ്രദ്ധിച്ചേക്കുക, നമ്മുടെ ഒരു ഡിസ്ക് ഉണ്ട്. ഡിസ്കിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ i എത്ര ആണ്? mr²/2 ആണ്. സോറി, mr²/4 ആണ്. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? i എന്ന് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് i എന്നങ്ങ് തന്നേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ദ റിം വിൽ ബി. അതായത് ഇതാണ് നമ്മുടെ റിങ്. നമുക്ക് ആദ്യം ഏത് കണ്ടുപിടിക്കണം? ഈ ആക്സിസിന്റെ കണ്ടുപിടിക്കണം, ദെൻ ഈ ആക്സിസിന്റെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെത് നമുക്ക് ഡയറക്റ്റ് അറിയാം mr²/2 ആണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഡയമീറ്ററിന്റെ mr²/4 തന്നിട്ടുണ്ട്. സോ അടുത്ത ഡയമീറ്റർ mr²/4. സോ അതിന്റെ പെർപെൻഡിക്കുലറിന്റെ എത്ര ആയിരിക്കും? ഇതേ പ്ലസ് ഇതായിരിക്കും. സോ എത്ര ആയിരിക്കും? 2i ആയിരിക്കും. ഐഡിയ മനസ്സിലായോ? ഡയമീറ്ററിന്റെ i, അടുത്ത ഡയമീറ്ററിന്റെ i. അപ്പൊ അതിന്റെ സെന്റർ ഇവിടെ പോകുന്ന എത്ര ആയിരിക്കും? i + i 2i. പെർപെൻഡിക്കുലർ ആക്സിസ് സ്ഥിരം. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ആയിരിക്കും? i is equal to 2i plus mr² ആയിരിക്കും. That is equal to 2i plus mr² കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് mr² എത്ര കിട്ടും? 4i എന്ന് കിട്ടും. mr² is equal to എത്രയാണ്? 4i. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ സോ 4i എന്ന് കിട്ടും. That is equal to 6i. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി is the right answer. Option C is the right answer. Okay, very good, Lubna. I think it's pronounced as Lubna. Okay, Lubna. 6 is the C is option C is the right answer. Ishani, option C is the right answer. Very good. 6i. Easy question. Okay. Settle. Easy അല്ലേ question? Simple ആയിരുന്നല്ലോ. So 20 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമായിരിക്കും. സോ പുതിയൊരു ചാപ്റ്ററിനകത്ത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നിട്ടാണ്, ഗ്യാപ്പ് വന്നിട്ടാണ്, ഒരു സ്റ്റക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഡിലേ വന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ഡിലേ വരില്ല. സോ നെക്സ്റ്റ് ചാപ്റ്ററിലെ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ 20 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഓക്കെ.